Hello, good morning. Welcome to my channel. Kerala University BCom Part 1 English results yesterday announced ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഈ 2025 മേഴ്സി ചാൻസ് എക്സാം BComൽ പാർട്ട് 1 ഇംഗ്ലീഷിന് 2 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നുള്ളൂ. കാരണം 2025 ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുള്ള ഇയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് സെക്ഷൻ വളരെയധികം വീക്കായിരുന്നു. സോ 2 സ്റ്റുഡൻസ് ഉള്ളി. ബട്ട് വളരെ ഹാപ്പിയാണ്, 2 സ്റ്റുഡൻസും പാസ്സായിട്ടുണ്ട്. രണ്ടുപേരും ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തവരാ. ഒരാൾ പുനലൂർ കോളേജിൽ എഴുതിയത്, ഒരാൾ ചേർത്തല. ഓക്കെ, അപ്പോൾ ഈ പുനലൂർ കോളേജിൽ എഴുതിയ സ്റ്റുഡൻറ്റിന് 2000 മുന്നേ ഉള്ള ഇയർ ഉള്ളത്, അതായത് 1990s. അപ്പോൾ ജോയിൻ ചെയ്ത ടൈമിൽ ഭയങ്കര ഡൗട്ടായിരുന്നു. ഈ 2000 മുന്നേ ആയതുകൊണ്ട് ഒരുപാട് ഇയേഴ്സ് കഴിഞ്ഞിട്ട് എക്സാം എഴുതുന്നത് കൊണ്ട് പാസ്സാകുമോ എന്നൊക്കെയുള്ള ഭയങ്കരധികം ഡൗട്ടുണ്ടായിരുന്നു. ബട്ട് 2-3 ക്ലാസ് കഴിഞ്ഞപ്പോഴേ ആൾ കോൺഫിഡൻ്റായി. പറഞ്ഞു കൊടുക്കുന്നത് വളരെ ആക്യുറേറ്റായിട്ട് പഠിക്കുകയും, ടൈമില്ല വർക്ക് ചെയ്യുകയാണ് എങ്കിൽ പോലും വളരെ ആക്യുറേറ്റായിട്ട് പഠിക്കുകയും, ഗ്രാമർ ക്ലാസ്സസൊക്കെ വളരെ നീറ്റായിട്ട് എല്ലാ ക്ലാസ്സസും അറ്റൻഡ് ചെയ്യുകയും, എന്നോട് ചോദിച്ചു മാം ഇന്ന് ക്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ച് ക്ലാസ്സിന് ജോയിൻ ചെയ്യുകയും, എനിക്ക് വളരെയധികം ഹാപ്പിയാണ് ആ കുട്ടിക്ക് എക്സാം പാസ്സായതിൽ. കാരണം അത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻ്റാണ് നമ്മുടെ പുനലൂരും. അതുപോലെ ചേർത്തലയും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, പറയാതിരിക്കാൻ വയ്യ. 2 സ്റ്റുഡൻസും ഒരുപോലെ തന്നെ. ബട്ട് ഒരു ചെറിയൊരു ടെൻഷനുള്ളത് ഈ പുനലൂർ സ്റ്റുഡൻറ്റിന് കിട്ടുമോ എന്നുള്ളത്. അയാൾക്ക് സ്റ്റാർട്ടിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ടെൻഷനായിരുന്നു അത്, കിട്ടുമോ എന്നുള്ളത്. കാരണം ഇത്രയും ഇയേഴ്സ് ആയതുകൊണ്ട്. അതുപോലെ നമ്മളെ ചേർത്തല സ്റ്റുഡൻറ്റും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അവരൊക്കെ ഇങ്ങനെയാണ്, ക്ലാസ്സൊക്കെ ഭയങ്കര ഡീപ്പായിട്ട് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസാണ്. ഒരു താങ്ക്സ് ഗിവിങ് നോട്ട് എനിക്ക് അയച്ചിട്ടുണ്ട്. ടീച്ചർ താങ്ക്സ്, എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. 15 ദിവസം കൊണ്ടാണ് ടീച്ചർ എനിക്ക് ക്ലാസ് എടുത്ത് തന്നത്. എനിക്ക് ഗ്രാമർ ഒന്നും അറിയില്ലായിരുന്നു. ടീച്ചറിൻ്റെ ക്ലാസ്സിൽ ഇരുന്നപ്പോഴാണ് ഗ്രാമർ എത്ര എളുപ്പമാണെന്ന് മനസ്സിലായത്. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ചെറിയ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ പെട്ടെന്ന് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്നത് പോലെയാണ് ടീച്ചർ പഠിപ്പിച്ചു തന്നത്. താങ്ക് യു വെരി മച്ച്. അതായത് 15 ഡേയ്സിലാണ് ഈ സ്റ്റുഡൻറ്റ് 15 ഡേയ്സ് മാത്രമേ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. വളരെ ലേറ്റായിട്ടുള്ള അഡ്മിഷനായിരുന്നു. അപ്പോൾ ആ 15 ഡേയ്സ് കൊണ്ട് സ്റ്റുഡൻറ്റ് പഠിച്ചെടുക്കണമെങ്കിൽ അത്രയും ബ്രില്യൻ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ് സ്റ്റുഡൻ്റാണ് എൻ്റെ സ്റ്റുഡൻറ്റ്. ഓക്കെ, അപ്പോൾ പറയാതിരിക്കാൻ വയ്യ. അത് മാത്രമല്ല, ഗ്രാമർ ക്ലാസ്സസൊക്കെ വളരെ നീറ്റായിട്ട് അറ്റൻഡ് ചെയ്യുകയായിരുന്നു. ഓക്കെ, ആൻഡ് ടീച്ചർ പഠിപ്പിച്ചു തന്നത്, ഇത്രയും ആത്മാർത്ഥതയോടെ ടീച്ചർ പഠിപ്പിച്ചു തന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ പാസ്സായത്. അത് എനിക്ക് തോന്നുന്നു, താങ്ക് യു. അത് എനിക്ക് തോന്നുന്നു ടീച്ചർ പഠിപ്പിച്ചു തരുന്നത് കൊണ്ട് മാത്രമല്ല, നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ റിവീൽ ചെയ്തേക്കുന്നത്. ഓക്കെ, എൻ്റെ ഫ്രണ്ട് സോമിനിയാണ് എനിക്ക് ടീച്ചറിൻ്റെ നമ്പർ തന്നത്. എന്നോട് ഉറപ്പ് പറഞ്ഞു ദീപ്തി ടീച്ചറിൻ്റെ ക്ലാസ്സിൽ കയറിയാൽ ചേച്ചി പാസ്സാകുമെന്ന്. ആക്ച്വലി ഈ സോമിനിയെ എനിക്ക് അറിയത്തില്ല. ബട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട് മീൻസ് എൻ്റെ സ്റ്റുഡൻറ്റ് പ്രതീഷ് എനിക്ക് പാർട്ട് 1 ഇംഗ്ലീഷിന് എൻ്റെ അടുത്ത് ജോയിൻ ചെയ്യുന്നു. പാർട്ട് 1 ഇംഗ്ലീഷ് വളരെ സക്സസ്ഫുള്ളായിട്ട് ആൾ പാസ്സായിട്ടുണ്ട്. അപ്പോൾ ആ പ്രതീഷ് എന്നെ ഫേവർ ചെയ്ത് എനിക്ക് ഒരുപാട് സ്റ്റുഡൻസിന് നമ്പർ കൊടുക്കുകയും എൻ്റെ നമ്പർ കൊടുക്കുകയും, പ്രതീക്ഷ കാരണമായിരിക്കാം ഈ സോമിനിക്ക് എൻ്റെ നമ്പർ കിട്ടുന്നതും സോമിനി ഷെയർ ചെയ്യുന്നതും. ഓക്കെ, താങ്ക് യു സോമിനി, താങ്ക് യു പ്രതീഷ്. 15 ദിവസം കൊണ്ട് ഞാൻ പഠിച്ച് പാസ്സായിട്ടുണ്ടെങ്കിൽ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ ഇരുന്നത് കൊണ്ട് മാത്രമാണ്. പിന്നെ ഓരോ കുട്ടികളും ടീച്ചറിൻ്റെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് ടീച്ചർ കാണുന്നത്. അത്രയും സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെയാണ് ടീച്ചർ ക്ലാസ് എടുക്കുന്നത്. താങ്ക് യു വെരി മച്ച് ശാലിനി, താങ്ക് യു വെരി മച്ച്. 15 ഡേയ്സ് കൊണ്ട് പഠിച്ച് പാസ്സായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവ് മാത്രമല്ല, ശാലിനിയുടെ എഫേർട്ടും കൂടെയാണ്. പിന്നെ വളരെ ആത്മാർത്ഥതയോടു കൂടിയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. കാരണം എൻ്റെ പാഷനാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോബാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. സോ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് അത്രയും ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. കാരണം എൻ്റെ ഓരോ സ്റ്റുഡൻറ്റും പാസ്സാകണം, നല്ല മാർക്സ് മേടിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം.